ിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ ആക്രമണം, നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എവിടെയാണ് സംഭവം ഉണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലിബീഷ്, തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെ പൂച്ചെടിവിള കോളനിയിലാണ് കഞ്ചാവ് മാഫിയ സംഘം ആക്രമണം നടത്തിയത്. 3 വീടുകളിലായാണ് ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. വീട്ടു ഉപകരണങ്ങളും വാഹനങ്ങളും ആക്രമി സംഘം അടിച്ചു നശിപ്പിച്ചതായാണ് വിവരം. മ്യൂസിയം പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു എന്നുള്ള വ്യക്തിയുടെ വീട് കൂടിയാണ് ആക്രമി സംഘം അടിച്ചു ചേർത്തത്. ഈ വീട്ടുടമയുടെ മൊഴിപ്രകാരം അറിയാൻ സാധിച്ചത് അതേ കോളനി സ്വദേശികളായ ബിജുലാൽ, മക്കളായ അനുലാൽ, അഭിലാൽ എന്നിവർ ചേർന്നാണ് ഈ ആക്രമണം നടത്തുന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ 3 പേര് ചേർന്ന സംഘമാണ് ഈ വീടുകൾ അടിച്ചു തകർത്തത്, അല്ലെങ്കിൽ വീടിന്റെ വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചത്, ഒപ്പം വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ കോളനിയുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകളാണ്, കഞ്ചാവ് മാഫിയ സംഘമാണ് ഈ വീട് അടിച്ചു തകർത്തത്. അവരുമായി ആ വീട്ടിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസ്. ദിലീഷ്. വിഷ്ണു, നഗരത്തിനുള്ളിൽ തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഇത് കഞ്ചാവ് മാഫിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ കോളനി നിവാസികളുമായിട്ടുണ്ടായിരുന്നോ? ലിബീഷ്, പ്രധാനമായും ഈ കോളനി നിവാസികളുമായ പ്രശ്നം ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ കഞ്ചാവ് മാഫിയ സംഘം സാധാരണഗതിയിൽ അവിടെ പൊതുവെ അവിടെ താമസിക്കുന്ന ആളുകളുമായി സഹകരിച്ചു പോകാത്ത ആളുകളാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോളനി അസോസിയേഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ വീട് അടക്കം അടിച്ചു തകർത്തത്, ആ വീട്ടിലെ വാഹനങ്ങൾ അടക്കം തകർത്തത്. ഈ എതിർപ്പുകളും ഉണ്ടായിരുന്നു നേരത്തെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരമധ്യത്തിൽ തന്നെയാണ്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, കേസെടുത്ത് അന്വേഷിക്കുകയാണ്. ഏതായാലും പ്രതികളെന്ന് സംശയിക്കുന്ന ഈ 3 പേരെയും വീട്ടുടമ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ 3 പേർ തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് ഉടൻ തന്നെ അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഏതായാലും നിലവിൽ അവരെ പോലീസ് പിടികൂടിയിട്ടില്ല. ഏതായാലും ഉടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. രവീഷ്. തിരുവനന്തപുരത്ത് കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ ആക്രമണം, നിരവധി വാഹനങ്ങളടക്കം അടിച്ചു തകർത്തു. നഗരത്തിനുള്ളിലെ പൂച്ചെടിവിള കോളനിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ.